വോയിസ് ഇംപ്രസ്ഡ്. ഇഷ്ടപ്പെട്ടോ വണ്ടി? ഇഷ്ടപ്പെട്ടോ? വണ്ടി ഏതാണെന്നറിയോ? ഏതാ? ടി വി എസിൻ്റെ ഇഷ്ടമായോ? ബിഗ് ഫാൻ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിരിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കി. എൻ്റെ മോന് ഒരുപാട് പാടുപെട്ടു ഈ ഒരു വണ്ടി കിട്ടാനായിട്ട്. കേരളത്തിൽ എങ്ങും ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞേ പറ്റൂ, കൊച്ചിൻ ഡിവൈസ് ആണ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു കൊച്ചിൻ ഡിവൈസ്, എസ്പെഷ്യലി വിനീത് ബ്രോ. ഈ വണ്ടി അവർ നമുക്ക് വാക്ക് അറൗണ്ടിന് തന്നു. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. അപ്പോൾ ദേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്യുമെന്ന്. ഇതാണ് നമ്മുടെ ടി വി എസിൻ്റെ അപ്പാച്ചെ RTR 200 4V എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഓടിച്ചൊരു എന്താ പറയുക ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടാനായിട്ടും പിന്നെ വണ്ടിക്കൊന്ന് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ വച്ച് താമസിക്കുന്നില്ല. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് റിവൈസ് ചെയ്ത ആ ഒരു ഹെഡ്ലൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഹെഡ്ലൈറ്റ് ഇങ്ങനെ ആയിരുന്നില്ല, ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ് ആയിരുന്നു. പിന്നീട് അവർ റിവൈസ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക അടിപൊളി ഒരു DRലൊക്കെ ഉള്ള പല്ല് പോലത്തെ DRലും പിന്നെ നല്ല അഗ്രസീവായിട്ടുള്ള ഫ്രണ്ട് എൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ഫുൾ LED സെറ്റപ്പാണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് അല്ല, ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. വിച്ച് ഇസ് ഷെയിം, കാരണം ഇത്ര അടിപൊളി വണ്ടിക്ക് ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂവിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 37mm ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, ദീസ് ഫോർക്സ് ആർ ഫ്രം ഷോവ മേഡഡ് ഫോർക്സ് ആണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷോവ മേഡഡ് അല്ല, ദീസ് ആർ അഡ്ജസ്റ്റബിൾസ്. ഓ മാൻ, ലുക്ക് അറ്റ് ദിസ്. നമുക്കിത് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കംപ്രഷനും റീബൗണ്ടും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റേസ് ട്യൂൺഡ് സസ്പെൻഷനാണ് വരുന്നത്. പ്രോപ്പർ ഒരു റേസ് ട്യൂൺഡ് ഷോവയുടെ ടെലസ്കോപ്പിക് വർക്കാണ് വരുന്നത്. USD ആണെങ്കിൽ ബെറ്റർ ആയാൽ, പക്ഷേ ഇതും അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 280 ആണെന്ന് തോന്നുന്നു. 280mm ഒരു ഡിസ്ക് കാണാൻ പറ്റും. വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക്. സിംഗിൾ ചാനൽ എന്നല്ല, ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 90 സെക്ഷൻ്റെ ടയറാണ് വരുന്നത്, 100 സെക്ഷൻ അല്ല. നമ്മൾ 200cc എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും ഫ്രണ്ട് 100 ആയി കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും ചില വണ്ടികൾ മാത്രമേ ഉള്ളൂ, അതിലൊന്നാണിത്. ഇതിലൊരു 90 സെക്ഷൻ ടയറാണ് വരുന്നത്. TVSൻ്റെ തന്നെ ഇൻഹൗസ് ടയറാണെന്ന് എനിക്ക് തോന്നുന്നു. 90-17. യെസ്, ദീസ് ആർ TVS മെയ്ഡ് ടയേഴ്സ്. ഇത് റേഡിയൽ അല്ല, പക്ഷേ പിന്നിലത്തെ റേഡിയലാണ്. ഞാൻ വരാം. പിന്നെ നമുക്ക് ഡ്യുവൽ ചാനൽ ABS കാണാനൊക്കെ വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ കാലിപ്പേഴ്സ് ആർ ഫ്രം TVSൻ്റെ തന്നെയാണ്, ഇത് അൺബ്രാൻഡഡ് കൊടുത്തേക്കണേ. ദാറ്റ് മീൻസ് ദീസ് ആർ ഫ്രം TVS. പിന്നെ ബ്രേക്ക് ലൈൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ടിപ്പിക്കൽ റബ്ബർ ഹൗസ് ആണ്, സ്റ്റീൽ ബ്രേഡ് കൊടുക്കായിരുന്നു. എനിവേ, സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു നല്ല അഗ്രസീവായിട്ടുള്ള ടാങ്ക് വരുന്നുണ്ട്. ഐ തിങ്ക് 11 ലിറ്റേഴ്സ് ടാങ്കാണെന്ന് തോന്നുന്നു. നല്ല ഷേപ്പാണ് കേട്ടോ. ഈ ടാങ്കിൻ്റെ ഈ ഒരു ഫിൻസൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രസമാണ്. ഈ കൂളിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫിൻസില്ല, അതുപോലെ ഇവിടെ ഫിൻസും കാണാൻ കൊടുത്തിട്ടുണ്ട്. ടാങ്ക് ഒരുപാട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് അല്ല, പക്ഷേ കുറച്ച് നല്ല സ്പോർട്ടിയായിട്ട് KTM NS 200 പോലെ ഒരുപാട് കുറച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ യെസ്, ഹാർട്ട് ഓഫ് ദി മാറ്റർ, ആ ഒരു 200cc ലിക്വിഡ് കൂൾഡ് അല്ല, എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. നിങ്ങൾക്ക് ഇവിടെ ഓയിൽ കൂളിംഗ് കാണാൻ പറ്റും. പക്ഷേ ഇത് 4 വാൽവ് എഞ്ചിനാണ്. ഇതിനൊരു ലിക്വിഡ് കൂളിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ ഇതിൻ്റെ 1-2 യൂസേഴ്സ് എനിക്ക് അറിയുള്ളൂ. അവിടെ വെച്ചപ്പോൾ അവർ പറഞ്ഞത് ലിക്വിഡ് കൂളിൻ്റെ ആവശ്യമില്ല, വണ്ടി ഒരുപാടൊന്നും കിടന്ന് ചൂടാവുന്നില്ല, നല്ല റിഫൈൻഡ് ആണ്, ഒരുപാട് ഹീറ്റിംഗ് ഒന്നും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ലിക്വിഡ് കൂളിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞു അവർക്കിങ്ങനെ തോന്നിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം TVS ഇതിന് ലിക്വിഡ് കൂളിംഗ് കാര്യമൊന്നും കൊടുക്കാത്തത്. ഇതിന് ഇപ്പോൾ എയർ പ്ലസ് ഓയിൽ കൂൾഡാണ്. പിന്നെ ഇത് BS 6.2 ആയിട്ട് തന്നെ ആ ഒരു വലിയ കാനിസ്റ്ററൊക്കെ പോയി കാണാൻ പറ്റും. പിന്നെ ഇവിടെ നീറ്റായിട്ടുള്ള ഒരു ബെല്ലി പാൻ കൊടുത്തിട്ടുണ്ട്. നല്ല രസം കേട്ടോ. ഈ ഒരു ടാങ്കിൻ്റെ പീസായിട്ട് നന്നായിട്ട് ആ ഒരു അണ്ടർവെല് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ യെസ്, യു റൈഡ് ഹിയർ, ഇതിന് സ്ലിപ്പർ ക്ലച്ച് കൊണ്ട്. ദിസ് ഇസ് മേറ്റ് ടു എ 5-speed ഗിയർ ബോക്സ്. ശ്രദ്ധിക്കുക, 6 സ്പീഡ് അല്ല, ഇതൊരു 5-speed ഗിയർ ബോക്സ് ആണ്. ഇവൻ 4 വാൽവ് ആണെങ്കിൽ കൂടെ ഇത് മേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 5-speed ഗിയർ ബോക്സിലാണ്. പക്ഷേ അതിന് സ്ലിപ്പ് ആൻഡ് ആസ് ക്ലച്ച് വരുന്നുണ്ട്. ഓൾറൈറ്റ്, പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് അറൗണ്ട് 21 PS പവറാണ്. ടോർക്ക് അറൗണ്ട് 70-80 ഫിഗേഴ്സാണ്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫിഗേഴ്സാണ്. ഞാൻ കറക്റ്റായിട്ടുള്ള താഴെ കൊടുത്തേക്കാം. ഓൾറൈറ്റ്, പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പാനൽസ് ഇവിടെ പോയേക്കണ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഒരു അപ്പാച്ചിന്ന് ഇരിക്കുന്ന ഒരു പീസാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ആണെങ്കിലും മൊത്തത്തിൽ പ്ലാസ്റ്റിക് ആണ്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു പാനൽസ് ഒരുപാട് പോയേക്കണ പോലെ തോന്നുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗമായിട്ട്. കാരണം ഇവിടെ ഇങ്ങനെ ദൂരം നോക്കിയാലും ആ ഒരു സെൻറ്റർ ഭാഗം മാത്രം ഒരുപാട് നിറഞ്ഞിരിക്കുന്നല്ലോ തോന്നില്ലേ, എനിക്ക് മാത്രം തോന്നിയായിരിക്കാം. ഓൾറൈറ്റ്, പിന്നെ ഈ ഒരു ഹെഡൊക്കെ അവർ
റെഡ് പെയിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, നീ കാണാൻ പറ്റുന്ന പറഞ്ഞൂടാ. ഇവിടെ റെഡ് പെയിൻ്റ് ആയിട്ടാണ് അവർ ആ ഒരു ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്, വിച്ച് മീൻസ് ഭയങ്കര റേസ് ട്യൂണെന്നാണ് ടി വി എസ് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ കിട്ടില്ല എക്സോസ് ആണ് കേട്ടോ. എക്സോസിൻ്റെ ഡിസൈൻ നല്ല രസമാണ്. അതായത് നമ്മൾ വിചാരിക്കും ഇത് ഫുൾ എക്സോസ് ആണെന്നല്ല, എക്സോസ് എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് കാറ്റലിറ്റിക് കൺവേർട്ടറാണ്. നല്ല രസമാണ് അതിരിക്കാനായിട്ട്, ശരിക്കും ഒരു തോക്കിൻ്റെ അറ്റിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഡബിൾ ബാരൽ എക്സോസ് ആണ്, എക്സോസ് കൊണ്ട് എടുത്ത് പറയണം ബ്രില്യൻ്റ് ആണ്. ഏറെക്കുറെ നമ്മുടെ ഡോമിനാർ 250 അതുപോലത്തേക്ക് ഒരു എക്സോസ് നോട്ടാണ്. നല്ല രസമാണ് കേട്ടോ ഓടിക്കാനായിട്ട്. കൈ എടുക്കുമ്പോഴത്തേക്ക് എക്സോസ് നോട്ടൊക്കെ ചെറുതാണ് ചേഞ്ച് ആവും, നല്ല രസമാണ് കേൾക്കാനായിട്ട്. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ഒരു കാസ്റ്റഡ് ആയിട്ടുള്ള ബില്യൺ ഫുഡ് പെക്സ് കാണാൻ. റിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു 130 സെക്ഷൻ ടയറാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതാ റേഡിയൽ ടയേഴ്സാണ്. നോക്കി ഇവിടെ റേഡിയൽ എന്ന് എഴുതിക്കുന്നുണ്ടോ, ദീസ് ആർ റേഡിയൽ ടയേഴ്സ്, വിച്ച് മീൻസ് ദീസ് ആർ സോഫ്റ്റ് കോമ്പൗണ്ട്. കുറച്ചും കൂടി സോഫ്റ്റ് കോമ്പൗണ്ട് ആയിരിക്കും കമ്പയർ ടു നൈലോൺ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഓടിക്കുന്നത് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടി ഒരു കോർണറൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ടയറൊന്ന് ഹീറ്റാവും. അപ്പോൾ കുറച്ചും കൂടി ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. സോഫ്റ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കിടത്തി മറിച്ചൊക്കെ ഓടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് അടിപൊളി ടയേഴ്സാണ്, റേഡിയൽ ടയേഴ്സ് അടിപൊളിയാണ്. കാരണം ഈ വണ്ടിയുടെ ഫുൾ തീം എന്ന് പറയുന്നത് റേസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഞാൻ പറഞ്ഞു റേസ് ഫോർക്സ്, റേസ് എൻജിൻ, പിന്നെ ഞാൻ പറഞ്ഞു വരാൻ ബാക്കിയുള്ളത്തേക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ. പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കും വരുന്നുണ്ട്. ഇതും ഷോവേഡ് തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ അടിയിലിടാനുള്ളതാണ്. പിന്നെ സുങ്ങാമൊക്കെ ബോക്സ് സെക്ഷൻ ആണ്. പക്ഷേ ഈ മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ബോക്സ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല, നല്ല ഒതുങ്ങി അവർ ഒതുക്കത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയണം പിന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 240 mm ഒരു ഡിസ്ക് കാണാൻ പറ്റും. വിത്ത് ആ കാലിപ്പറിൻ്റെ മേളൊക്കെ ഇതിങ്ങനെ ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെളി പൊടിയൊക്കെ അടിച്ചിട്ട് ഈ ബ്രേക്ക് പാഡിൻ്റെ ഇടയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. വെരി നൈസ് തോട്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഐ തിങ്ക് റോണിനും ഈ ഫീച്ചർ തന്നെയുണ്ട്. ഒരു ഫൺ ഫാക്റ്റാണ്, റോണിനും ഇതിനും ഒരേ എഞ്ചിനും ഷെയർ ചെയ്യുന്നത്. അത് പലർക്കും അറിയില്ല. ഇതിൻ്റെ കുറച്ചും കൂടി ബോറപ്പ് വെർഷനാണ് റോണിൻ എന്ന് പറയുന്നത്. ഇത് 200 cc ആണെങ്കിൽ അതൊരു 225 cc ആണ്. ഇതിൻ്റെ കുറച്ചുകൂടി ബോറപ്പ് വെർഷനാണ്. ഇതൊരു 200 പക്ക 200 അല്ല, ഐ തിങ്ക് 198 197 cc കണ്ടാണ്. സ്റ്റെപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു പില്ലൺ സീറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഗ്രാബറിൽ ഭയങ്കര ഫേമസ് ആണ്. കാരണം ഒരുമാതിരി ബാറ്റ്മാൻ്റെ ചിഹ്നം പോലത്തെ ഒരു ഗ്രാബറിലാണ് വണ്ടിക്ക് വരുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനാണെങ്കിലും ഫങ്ഷണൽ വൈസ് ആണെങ്കിലും. കുറച്ച് ചെറുതാണ്, പക്ഷേ പിടിച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ RTR 200 4V എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വെരി നൈസ്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു പീസ് ഇങ്ങനെ പോയിട്ടുണ്ട്. കുറച്ചും കൂടി സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ എന്തിനാണോ ഇങ്ങനെ ഒരു വെട്ട് കൊടുത്തേക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഓൾറൈറ്റ്. പിന്നെ ഇവിടെ നീറ്റായിട്ടുള്ളൊരു ടെയിൽ ടെഡി കൊടുത്തിട്ടുണ്ട്. ടെയിൽ ടെഡി എന്ന് പറയാൻ വല്ല കുറച്ച് ഷോർട്ടാണ്, ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു ടെയിൽ ടെഡി ചെറിയ പീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഗെയിൻ ഞാൻ പറഞ്ഞു ഇതിന് വരുന്നത് ഒരു ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്. LED ഡിസേർവിംഗ് ആണ് ഈ വണ്ടി. കാരണം ഒരുപാട് നല്ല ഫീച്ചേഴ്സ് കൊടുത്തു. ഒരു LED ഇൻഡിക്കേറ്ററും കൂടി കൊടുക്കായിരുന്നു. നമ്മുടെ റോണിൻ്റെ അതേ LED എടുത്തുകൊണ്ട് കയറ്റായിരുന്നു. പക്ഷേ ബോറായിരിക്കും. പക്ഷേ ഒരു LED കൊടുക്കായിരുന്നു. നമ്മുടെ RTR 3 ഒന്ന് അതേ LED കൊടുത്താലും മാച്ച് ആയി പോയിക്കോളും. പിന്നെ നല്ലൊരു TVSൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് ഉണ്ട്. ക്ലിയർ ആണ്, ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് എത്തുള്ളൂ. ഓൾറൈറ്റ്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ നല്ല വൃത്തികേടായിട്ടുള്ളൊരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. നിറഞ്ഞ് നിൽക്കുകയാണ്, അയച്ചു ഞാൻ മേനയാവും. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിക്ക് ഇപ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിൽ കൂടെ വണ്ടിക്ക് സ്ലിപ്പ് ആൻഡ് അസസ് ക്ലച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലച്ച് പുള്ളും ഇനി വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുന്നത് ഈ ഒരു ടാങ്കൊക്കെ ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. നമുക്ക് കയറിയിരുന്ന് നോക്കാം. കയറിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഓഫ് സെൻ്റ് ആയിട്ടുള്ള പവറാണ്. വീലടിക്കോ വേണ്ട. ഇതിന് ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു ടാങ്കാണ് വരുന്നത്. ഐ തിങ്ക് നമുക്ക് ഇവിടെയാണ് ഫ്യൂൽ ഫില്ലർ ക്യാബും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ട്. എസ്പെഷ്യലി ഈ ഒരു റെഡ് സ്ട്രിപ്പ് നമ്മൾ ഈ ഒരു പോർഷെ GT കാർസിലൊക്കെ കണ്ടിരുന്ന പോലത്തെ, അല്ലെങ്കിൽ ഈ റേസ് കാർസിലൊക്കെ കണ്ടിരുന്ന പോലെ ഒരു സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു RTR 200 വിത്ത് ചെക്കേഡ് ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ കാണാനായിട്ട്. ശരിക്കും റേസ് ബൈക്കിലിരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ പറയണം, ഈ ഒരു ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് ആർ അഡ്ജസ്റ്റബിൾ. നോക്കിയേ, 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ലിവറും അഗൈൻ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. TVS പറയുന്നത് റേസ് ക്ലച്ച് എന്നാണ്. എന്തോ എനിക്കറിയാൻ പാടില്ല. ഇവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സ്വിച്ച് കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ പാസ് വരുന്നുണ്ട്. ഹൈ ബീം, ലോ ബീം, ഇൻഫോ ബട്ടൺ അതിനകത്തേക്ക് വരാം. ഇൻഡിക്കേറ്റർ, ഹോണ്, ഇവിടെ എൻജിൻ ഗിൽ സ്വിച്ച്, മോഡ് അതിനകത്തേക്ക് വരാം. ഹെഡ്ലൈറ്റ് ഓൺ ഓഫ്, പിന്നെ സ്റ്റാർട്ടർ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് ഹാൻഡിൽ ബാർ അല്ല വരുന്നത്. ഹാൻഡിൽ ബാർ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതിനൊരു 2 പീസ് ക്ലിപ്പ് ഓൺ ആണ്. നമ്മുടെ NS 200 കാണുന്ന പോലത്തെ 2 പീസ് ക്ലിപ്പ് ഓൺ ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോർക്കിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ചൊക്കെ നോക്കി ഭയങ്കര പ്രിസൈസ് ആയിരിക്കും. കുറച്ചും കൂടി കോർണേഴ്സ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 പീസ് കൊടുക്കുന്നത്. ഓൾറൈറ്റ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ കാരണം ചെയ്യാൻ പറ്റും. ഒരു ടൂളുണ്ട്, നമ്മുടെ
സ്പാൻഡറല്ലോ, സ്ക്രൂ ഡ്രൈവറല്ലേ, അതിട്ടിങ്ങനെ തിരിച്ച് നമുക്ക് വണ്ടിയുടെ കംപ്രഷൻ റീബൗണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റിംഗ് ആണ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു കൺസോൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു LCD കൺസോളാണ് വരുന്നത്. ഓൺ ആക്കുവാണെങ്കിൽ നമുക്കിവിടെ ഗിയർ എന്നൊക്കെ സീൻ. നമുക്കിവിടെ ഒരു RPM മീറ്റർ പോയിക്കണം കാണാം, ഇവിടെ സ്പീഡോ കാണാം, ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ വണ്ടിക്ക് TVSൻ്റെ സ്മാർട്ട് കണക്ട് എന്നുള്ള ആപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 10x10 ആവുന്നത് ഇവിടെ പക്ഷേ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്. പിന്നെ നമുക്കിവിടെ ആവറേജ് സ്പീഡ് കാണാൻ പറ്റും. മോഡ് ഞെക്കുകയാണെങ്കിൽ ലാപ്പ് ടൈമർ ഉണ്ട്, ഹൈ സ്പീഡ് മോഡുണ്ട്. എത്ര ടോപ്പ് അടിച്ചേക്കുന്നുണ്ട്. ഈ വണ്ടി 52 കയറിയിട്ടുള്ളൂ. പിന്നെ 0 to 60 9.9 seconds. ദാറ്റ് ഇസ് ഇംപ്രസീവ് ആണോ? അല്ല, 9.96 ഈ വണ്ടിക്ക് 100 കയറാൻ പറ്റും, കാരണം നല്ല കപ്പാസിറ്റി ഉള്ള എഞ്ചിൻ തന്നെയാണ്. പിന്നെ ഇവിടെ കുറേ വാണിംഗ് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, വാണിംഗ് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ABS കത്തുന്നുണ്ട്, ന്യൂട്രൽ, ഫ്യൂൽ അടിക്കാൻ പറയുന്നുണ്ട്, ഇല്ല കാശില്ല. പിന്നെ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇവിടെ റെയിൻ എന്ന് കൊടുത്തത് കാണാം. നമുക്ക് ഈ വണ്ടിക്ക് ആക്ച്വലി 3 മോഡ് വരുന്നുണ്ട്. റെയിൻ, അർബൺ, സ്പോർട്സ്. അത് മാറ്റുന്നത് ഇവിടെയാണ്. റെയിനിലും ഇപ്പോൾ കളിക്കുന്ന അർബനിലും നമുക്ക് ABS കുറച്ചും കൂടി ഇൻട്രൂസീവ് ആയിരിക്കും, അതായത് ABS കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും, സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് പവർ വരുന്നത് 17 VSP ആയിട്ട് കുറയും. ഞാൻ സൈഡിൽ ഇടാം, എത്ര പവറായിട്ട് കുറയുന്ന ഒരു സൈഡിലിടാം. നമുക്ക് ആക്ച്വലി സ്പോർട്സ് മോഡ് ഇത് കണ്ടോ, സ്പോർട്സ് മോഡിൽ മാത്രമേ നമുക്ക് ആ ഒരു 21 PS പവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 21-23 അത്ര എന്താണ് പവർ നമുക്ക് ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ സ്പോർട്സ് മോഡ് ഇടണം. ഇത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നമ്മുടെ എന്താ പറയുക ഫ്യൂൽ എഫിഷ്യൻസിക്കും വേണ്ടിയും, പിന്നെ കുറച്ചും കൂടി നിങ്ങൾ സിറ്റിയിലൊക്കെ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് സ്പോർട്സ് മോഡ്, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ വേണം. അതിനൊക്കെ വേണ്ടിയാണ് ഇവർ റെയിൻ, അർബൻ, പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് 3 മോഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് കൺസോൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഐ ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് കണക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ് വണ്ടീനെ പറ്റി മൊത്തത്തിൽ എന്താ പറയുക. ഞാൻ ഫോണിൽ വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വണ്ടി നൈസ് ലുക്കാണ് കേട്ടോ. ഈ ഒരു കളർ ഭയങ്കര സട്ടിലാണ്, ഭയങ്കര എന്താ പറയുക, ലുക്ക് അറ്റ് മീ എന്നും പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ റോഡ് പ്രസൻസ് ഒന്നും അല്ല. അറിയാവുന്നവർക്കറിയാം അങ്ങനത്തെ ഒരു ലുക്കാണ് നമ്മുടെ TVS RTR 200 കൊടുത്തേക്കുന്നത്. ഒരേ സമയം ക്രൗഡായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകും. എന്നാൽ അത്യാവശ്യം ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിടുമ്പോൾ വേറൊരു വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് തന്നെ എന്താ പറയുക പിടിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കി തന്നെ മനസ്സിലാവും. നല്ല രസമാണ് മൊത്തത്തിൽ കാണാൻ. ഞാൻ വേണമെങ്കിൽ ഹെഡ് ലൈറ്റും കൂടി ഒന്ന് ഓണായി കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഓണാക്കാം. കണ്ടോ, മേളിലും താഴെയായിട്ട് ഹെഡ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വണ്ടിയുടെ എക്സോസ് നോട്ട് പറയണമല്ലോ, ബ്രില്യൻ നോട്ടാണ്. നിങ്ങൾ കേട്ട് കാണും. ഇതാണ് വണ്ടിയുടെ എക്സോസ് നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് പയ്യെ ഒന്ന് കൈ കൊടുക്കാം. ഓ മാൻ, റോണിനായിട്ട് ഭയങ്കര സിമിലറാണ് കേട്ടോ. പക്ഷേ നല്ല രസമാണ് കൈ, എസ്പെഷ്യലി ഞാൻ കുറച്ച് ഓടിച്ചുള്ളെങ്കിലും ഓടിച്ചിട്ട് വരുമ്പോൾ നല്ല രസമാണ് ആ സൗണ്ടൊക്കെ ആയിട്ട് വരാനായിട്ട്. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് തിരിച്ചു കൊടുക്കാം. വണ്ടിയുടെ റൈഡിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞു ഇച്ചിരി സ്പോട്ടി ഉണ്ട്. ഞാൻ പറഞ്ഞു ഫ്രണ്ട് കുറച്ച് ആഞ്ഞാടിയിരിക്കുന്നത്, പക്ഷേ വുഡ് പെക്സ് ഒക്കെ ഏറെക്കുറെ എൻ്റെ താഴെയാണ്. പിന്നെ ചെയിൻ എനിക്കൊന്നും വണ്ടിക്ക് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത്. നമുക്ക് വണ്ടി കൊടുക്കാം, കാരണം ഗോപ്രോയിൽ ഒട്ടും ചാർജില്ല, ഇപ്പോൾ ഓഫായി പോവും, ഫുള്ള് കിട്ടുമെന്ന് വരും. പിന്നെ വണ്ടിക്ക് പറയാൻ വിട്ട് വണ്ടിക്ക് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി കൊണ്ട് സാധനം ഉണ്ട് കേട്ടോ. അത് എസ്പെഷ്യലി വർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി അർബൻ മോഡിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ക്ലച്ച് വിട്ടു, വണ്ടി പോകണോക്കി കണ്ടോ, വണ്ടി ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങ് പൊക്കോളും. GTT എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. ഐ തിങ്ക് ഇത് അർബണിലും റേസിലും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കത് മാറ്റി തിരിച്ച് സ്പോട്ടിലേക്ക് ഇടാം. അപ്പോൾ എക്സോസ് നോട്ട് വണ്ടി ഒട്ടും വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വണ്ടിക്ക് 150 അത്ര എന്താ വെയിറ്റ് ഉള്ളൂ. ഓ മാൻ, ബ്രേക്സ് ആർ ഗുഡ്. ഡബിൾ ഹോൺ ആണല്ലോ മാൻ. പിന്നെ വണ്ടിക്ക് പ്രൈസ് നമുക്ക് കൊച്ചിയിൽ വരുന്നത് 1,84,000 കേട്ടോ. നമുക്കൊരു 20-25 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. മാസം ഒരു 6,000-അടുത്ത് EMI കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കൊടുക്കാം.